ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നല്ല ഭംഗിയുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ അവരിപ്പോ വളർത്തുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഉള്ളിൽ വെച്ചാണ്. അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ആൾക്കാർ ചെയ്തു കൊടുക്കും. അവർക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും അവരെ ഓരോ ലെവലിലേക്ക് കൊണ്ടുപോകും. അതായത് ലെവൽ 5, 6, 7 അങ്ങനെ പറഞ്ഞ് ലെവൽ 16 വരെ അവരെ കൊണ്ടുപോകും. ലെവൽ 16 കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരിവിടെ നിർത്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 16 വയസ്സാകുന്ന സമയത്ത് ലെവൽ 16 എത്തുന്ന സമയത്ത് ഈ പെൺകുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത്, എന്താണ് ശരിക്കും ആ ഹോസ്റ്റലിന്റെ ഉള്ളിൽ നടക്കുന്നത്, അതറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നല്ല അടിപൊളി കഥയാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല ത്രില്ലോട് കൂടി തന്നെ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അതൊട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും കേട്ടോ. എന്തായാലും അതറിയാനായിട്ട് നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഒരു ഹോസ്റ്റലാണ്. അവിടെ പെൺകുട്ടികൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഏകദേശം എല്ലാ പെൺകുട്ടികൾക്കും 10 വയസ്സാണ്. അതുപോലെ ഇപ്പൊ താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റൽ ഉണ്ടല്ലോ, അതിൽ ലെവൽ 10 എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും പ്രായം ഏകദേശം ഒരുപോലെയാണ്, അതായത് 10 വയസ്സാണ്. ഇപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ, ഒരാളുടെ പേര് വിവിയൻ, മറ്റേ ആളുടെ പേര് സോഫിയ. രണ്ടുപേരും ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും നമ്മൾ ലെവൽ 16 എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല പാരന്റ്സ് ഇങ്ങോട്ടേക്ക് വരും, നമ്മളെ അഡോപ്റ്റ് ചെയ്തോളും. അതിനുശേഷം എന്തായാലും നമുക്ക് നല്ലൊരു ലൈഫ് ആയിരിക്കുമല്ലേ, ആ ഒരു പ്രതീക്ഷയിലാണ് വിവിയനും അതുപോലെ തന്നെ സോഫിയയും. ഇവിടെ ഇവരെ വളർത്തുന്നവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 16 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാരന്റ്സ്, അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതിന് നിങ്ങൾക്ക് അവർ ആദ്യം ഇഷ്ടമാകണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള അച്ചടക്കം ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഒരു ബസർ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടപാട് തന്നെ എല്ലാവരും വേഗം പോയിട്ട് കിടന്നുറങ്ങുകയാണ്. അതിനു പുറമെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈജീനിക് ആയിട്ട് ഇവിടെ ഇരിക്കണം, നല്ല വൃത്തി ഉണ്ടായിരിക്കണം എപ്പോഴും. അത് വസ്ത്രത്തിലായാലും ശരി, ശരീരത്തിലായാലും ശരി. ഇപ്പൊ രാവിലെ തന്നെ അവരുടെ മുഖെല്ലാം കഴുകാനായിട്ട് ഒരു പ്രത്യേക സിസ്റ്റം തന്നെയുണ്ട്. അത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ക്യാമറയുണ്ട്. ഒരു ഗ്രീൻ ലൈറ്റ് അവിടെ കത്തുന്ന സമയത്ത് ഓരോരുത്തരുടെ അവസരങ്ങൾ വരുമ്പോൾ അവർ നേരെ ആ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് അവർക്ക് കൊടുത്ത സോപ്പ് ഉപയോഗിച്ച് അവരുടെ സ്കിൻ നന്നായിട്ട് കഴുകണം. മുഖം എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ഓരോരുത്തരുടെ അവസരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഫിയ വന്നിട്ട് മുഖം കഴുകി അവള് പോകുമ്പോൾ അവളുടെ ആ ഒരു സോപ്പ് പെട്ടി താഴെ വീണ് പോവാണ്. അവൾക്ക് കാഴ്ചയിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടി അവൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അടുത്ത അവസരം വിവിയന്റേതായിരുന്നു. അവളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവളോടുള്ള ആ ഒരു ഇഷ്ടം കാരണം വിവിയൻ വേഗം പോയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യണം. എന്നാൽ അതേ നേരം തന്നെ വിവിയന്റെ അവസരമായിരുന്നു. അവിടെ ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്, അവളോട് മുഖം കഴുകാൻ പറയുന്നുണ്ട്. അവളത് കഴുകിയില്ല. സോഫിയെ ഹെൽപ്പ് ചെയ്യാൻ പോയല്ലോ. ഇതേ നേരം തന്നെ അവിടുത്തെ ആ ഒരു ലൈറ്റ് അത് റെഡ് ആവുകയാണ്. അധികം വൈകാതെ 2 ഗാർഡ് വന്നിട്ട് വിവിയനെ അവിടുന്ന് അവർ കൊണ്ടുപോവാണ്. ആ സമയത്ത് വിവിയൻ ഉറക്കനെ സോഫിയോട് പറയുന്നുണ്ട്, പ്ലീസ് സോഫിയ ഒന്ന് പറ, ഇവരോടൊന്ന് പറ, ഞാൻ നിന്നെ സഹായിക്കുകയായിരുന്നു എന്ന്. എന്നാൽ എന്തുകൊണ്ടോ അവൾക്കുള്ള ഭയം കാരണം അവളൊന്നും പറഞ്ഞില്ല കേട്ടോ. ദയനീയമായിട്ട് തന്നെ വിവിയനെ നോക്കി കണ്ണുനീരൊഴുക്കി അവൾ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഇവിടെയുള്ള ഗാർഡുകൾ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കില്ല. എന്നാലും അവരെ കാണുന്ന സമയത്ത് ചെറിയൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതിന് കാരണം ഇവിടുന്ന് കൊടുക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഡിസിപ്ലിൻ, അച്ചടക്കമാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഇപ്പോ 6 വർഷമായിട്ടുണ്ട്. അന്ന് നമ്മൾ 10 വയസ്സുള്ള കുട്ടികളെ കണ്ടായിരുന്നല്ലോ, അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഏകദേശം 16 വയസ്സായിട്ടുണ്ട്. മെച്യൂർഡ് ആയിട്ടുള്ള ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികളായി മാറിയിരിക്കുകയാണ് എല്ലാവരും. അവരുടെ ഒരു വസ്ത്രധാരണ എല്ലാം കണ്ടോ, എന്തൊരു ഡിസിപ്ലിൻ ആണ്. മാത്രമല്ല കാര്യമായിട്ട് എന്തോ ഒരു കാര്യം ഇവരൊരു ടിവിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്കുള്ള ക്ലാസ്സുകളായിരുന്നു ആ ഒരു ടിവിയിൽ പ്ലേ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ക്ലീൻ ആയിരിക്കുക, വൃത്തി ഉണ്ടായിരിക്കുക. അതാണ് ഈ സ്കൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വൃത്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഹെൽത്തി ആകാൻ കഴിയുള്ളൂ, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ. ഒരു പാരന്റ്സ് വന്ന് നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വേണം. ചെറുപ്പം മുതലേ ഇവരുടെ തലയിലേക്ക് ഈ കാര്യങ്ങളാണ് ഇവരിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ വിവിയനുണ്ട് കേട്ടോ. അധികം വൈകാതെ ഒരു ബസർ സൗണ്ട് കേൾക്കുകയാണ്. എല്ലാവരും വേഗം പോയിട്ട് കിടന്നുറങ്ങാൻ നോക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള പെൺകുട്ടികൾ ഇവരാരും ചെയ്യാത്തൊരു കാര്യം വിവിയൻ ചെയ്യുന്നുണ്ട്. അവളുടെ ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ, അതുപയോഗിച്ച് ചുമരിൽ ഇങ്ങനെ വരച്ചിടുകയാണ്. അതായത് എത്ര ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്ന് അവൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും ഇതൊന്നും യാതൊരു തരത്തിലും ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ആ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ അവരുടെ ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുടെ പേര് ബ്രിക്സൽ എന്നാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വന്ന പാട് തന്നെ ഡിസിപ്ലിൻ പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇവരോട് പറയണം. അതായത് നിങ്ങൾക്ക് 16 വയസ്സായി. ലെവൽ 50 നിന്ന് നിങ്ങളിപ്പോ പോകാൻ പോകുന്നത് ലെവൽ 60 16 ആണ് അവസാനത്തെ റൗണ്ട്. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഫോളോ ചെയ്ത ആ ഒരു ഡിസിപ്ലിൻ ഇനിയും മുന്നോട്ടേക്ക് ഉണ്ടാവണം. ബ്രിക്സൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് എല്ലാ പെൺകുട്ടികളും കേൾക്കണം. മാത്രമല്ല ഇവരെ
ആൾക്കാരെ കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മുടെ വിവിയൻ, അവളുടെ കൂടെ ഏവ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, പിന്നെ ക്രേറ്റ എന്ന് പറഞ്ഞ വേറൊരു പെൺകുട്ടി, ഇവര് 3 പേരെയും ലെവൽ 16 കൊണ്ടുപോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു റൂമുണ്ട്. ആ റൂമിന്റെ പേര് റോസ് എന്നാണ്. അവരങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഒരു ഗാർഡ് ഉണ്ട്, അയാളുടെ പേര് അലക്സ് എന്നാണ് കേട്ടോ. അയാളൊന്ന് നോക്കി വെച്ചേ. എന്തായാലും അലക്സ് ഇവര് 3 പേരെയും ഇവിടെ കൊണ്ട് നാക്കുന്നുണ്ട്. ഇവര് 3 പേരെ കൂടാതെ വേറെയും പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ലെവൽ 50 നിന്നും ലെവൽ 16 വന്ന ആൾക്കാരാണ്. എന്തായാലും അവിടെ എത്തിയ പാടനെ വിവിയൻ അവളുടെ ഒരു തന്റെ ഇടം കാണിക്കുകയാണ് കേട്ടോ. അതായത് ഈ റൂമിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളത് എനിക്കാണ്, അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ ലീഡർ ഞാനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്ന് പറയണം. അതായത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് അവളൊന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതിനുള്ള ഒരു കപ്പാസിറ്റി അവൾക്കുണ്ട്. ഈ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് വിവിയൻ എന്ന് വിളിക്കുന്നത്. നോക്കുമ്പോൾ ആരാണ്? സോഫിയാണ്. എന്നാൽ സോഫിയ കണ്ടതായിട്ട് പോലും അവൾ നടിക്കുന്നില്ല കേട്ടോ. കാരണം 6 വർഷങ്ങൾക്ക് മുന്നേ അവളെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ വിവിയന് പണിഷ്മെന്റ് കിട്ടി. ആ നേരത്ത് അവളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വായ തുറക്കാത്ത ആളാണ് സോഫിയ. ആ ദേഷ്യം ഇപ്പോഴും വിവിയന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും സോഫിയെ വിവിയൻ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് ഇവിടെ എന്താ പറയാ, പുറംലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ, പുറത്തെ ആ ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളോ ഇതൊന്നും കൊടുക്കാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ, വൃത്തി ഈ ഒരു കാര്യം മാത്രമേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അവരുടെ ശരീരം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഈ പെൺകുട്ടികൾ എല്ലാവരും അതങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് വിവിയൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സോഫി ഉണ്ടല്ലോ, അവൾക്ക് എന്തൊക്കെയോ ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുപോലെ, ഒരു പ്രാന്തിയെ പോലെ ഓരോ സമയത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം വിവിയെ നോക്കുമ്പോൾ അവിടെയുള്ള ഓരോ ഡോറുകൾ ചുമ്മാ ഇങ്ങനെ തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോഫിയ. പിന്നീട് കറക്റ്റ് ഒരു അവസരം കിട്ടിയപ്പോൾ ക്യാമറയൊന്നും കാണാതെ വിവിയൻ സോഫിയ പതിയെ വിളിച്ചുകൊണ്ട് പോവാണ് ബാത്റൂമിലേക്ക്. എന്നിട്ട് അവളുടെ കഴുത്തിൽ കയറി പിടിച്ചിട്ട് പറയാണ്, നിന്റെ പണ്ടത്തെ മണ്ടങ്ങളെയൊന്നും ഇവിടെ വെച്ച് കളിക്കാൻ നിൽക്കണ്ട, നിന്റെ പ്രാന്ത് അത് ഒഴിവാക്കിയേക്ക്. പിന്നെ വേറൊരു കാര്യം, പഴയ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞിട്ടെ എന്റെ മേത്തേക്കും വരാൻ നിൽക്കണ്ട, ഇതെന്റെ വാണിയാണ്. എന്നാൽ ഈ നേരത്ത് സോഫിയ എന്തൊരു കാര്യം വിവിയനോട് പറയാൻ വരുമ്പോൾ ബസർ സൗണ്ട് കേൾക്കണം. അതുകൊണ്ട് തന്നെ സോഫിയക്ക് അത് പറയാൻ കഴിയില്ല. ഇവർ രണ്ടുപേരും വേഗം തന്നെ ആ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് പോവാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് ബ്രിക്സലും വന്നിട്ടുണ്ട്. ബ്രിക്സൽ വന്നിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവരോട് പറയണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വൈറ്റ് ഗൗൺ ഞാൻ തരുന്നുണ്ട്, അതിൽ നിങ്ങളുടെ പേരുണ്ടാവും, അത് വായിച്ച് നിങ്ങൾ അത് ഇടുക. സത്യം പറഞ്ഞാൽ ആ ഒരു പേര് വായിക്കാനുള്ള വിദ്യാഭ്യാസം മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ കേട്ടോ. അതായത് വെറുതെ അക്ഷരങ്ങൾ വായിക്കുക, അതിൽ കൂടുതൽ നോളജോ കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടികൾക്കില്ല. മാത്രമല്ല ഈ വസ്ത്രങ്ങൾ ഇന്ന് ധരിക്കേണ്ട, നാളെ ധരിച്ചാൽ മതി എന്ന് പറയാണ്. കാരണം ഇവരെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പാരന്റ്സ് വരുന്നുണ്ട്. സോ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവർ കൊണ്ടുപോകുന്നു പറയാണ്. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി പോയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നിങ്ങൾ എല്ലാവരും ഉറങ്ങ്, നാളെ രാവിലെ എഴുന്നേൽക്കുന്നു പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഓരോരുത്തരും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിവിയന്റെ അടുത്തേക്ക് വന്നിട്ട് സോഫിയ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിവിയൻ അവളെ മൈൻഡ് ആക്കുന്നില്ല. വളരെയധികം ഇൻസൾട്ട് ചെയ്തിട്ട് അവളോട് അവിടുന്ന് പോകാൻ പറയാണ്. ഈ നേരത്തെ സോഫി ഒരു കാര്യം പറയുന്നുണ്ട്, വിവിയൻ ഒരു കാരണവശാലും അവർ തരുന്ന ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് അത് മാത്രം കഴിക്കല്ലേ എന്ന് പറയാണ്. എന്തായാലും അതേ സമയത്ത് തന്നെ ഗാർഡ്സ് അങ്ങോട്ടേക്ക് വരികയാണ്. അവർക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ടാബ്ലറ്റ് എന്നത്തെയും പോലെയല്ല, ഒരു കളർ ചേഞ്ച് ഉണ്ട്, നീല കളറാണ്. എന്തായാലും ഇവരെല്ലാവരും ഇന്നലെ കൊടുത്ത ഒരു വൈറ്റ് ഗൗൺ ഇട്ടുകൊണ്ട് നേരെ ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ ക്യാമറയിൽ നോക്കി തന്നെ ആ ഒരു ഗുളിക അവർ കഴിക്കും. എന്നാൽ വിവിയൻ ഉണ്ടല്ലോ, സോഫിയ പറഞ്ഞതുകൊണ്ട് മാത്രം ആ ഗുളിക വിഴുങ്ങുന്നില്ല. അവൾ നാവിനടിയിൽ ആ ഒരു ഗുളിക വെക്കുകയാണ്. എന്നിട്ട് നേരെ ബാത്റൂമിൽ പോയിട്ട് അത് തുപ്പിക്കളയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവർക്ക് കൊടുത്ത ജോലികളെല്ലാം ചെയ്ത് തീർക്കുകയാണ്. രാത്രിയായിട്ടുണ്ട്. രാത്രിയായപ്പോൾ ബസർ സൗണ്ട് വന്നു. എല്ലാവരും പോയിട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാധാരണ കിടക്കുന്നതിന് മുന്നേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-15 മിനിറ്റ് സംസാരിക്കാറുണ്ട് കേട്ടോ. വിവിയന്റെ തൊട്ടടുത്ത് ഏവ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അപ്പൊ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ കിടക്കുന്നതിന് മുന്നേ തന്നെ അവളോട് ഗുഡ് നൈറ്റ് എന്ന് പറയാൻ നോക്കുമ്പോൾ ഏവ കിടന്ന അപ്പം തന്നെ ഉറങ്ങി പോവാണ്. ഏവ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒറ്റയടിക്ക് ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. എന്താ സംഭവിക്കുന്നതെന്ന് വിവിയന് മനസ്സിലായില്ല. ഈ സമയത്ത് സോഫി വന്നിട്ട് പറയാണ്, വിവിയൻ ഇപ്പൊ ആര് വന്നാലും ഒന്നും മിണ്ടാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പാടില്ല, ഉറങ്ങിയതുപോലെ തന്നെ അഭിനയിക്കണമെന്ന് പറയാണ്. ഇപ്പൊ വിവിയൻ ചോദിക്കാണ്, ആര് വരാൻ? ഇങ്ങോട്ടേക്ക് വരാൻ ആർക്കും പെർമിഷൻ ഇല്ലല്ലോ. അതൊക്കെ ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇനി ആരെങ്കിലും വന്നാല് ഗാർഡ്സ് ഇങ്ങോട്ടേക്ക് വരും, നീ ഉറങ്ങിയതുപോലെ തന്നെ കിടക്കണം എന്ന് പറയാണ്. വേഗം തന്നെ പോയിട്ട് സോഫി അവളുടെ ബെഡിൽ കിടക്കാണ്. ഇതേ നേരം വാതിൽ തുറന്ന് ആരോ ഉള്ളിലേക്ക് വരുന്നുണ്ട്. വിവിയൻ വേഗം തന്നെ ഉറങ്ങിയതുപോലെ കിടക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇവരുടെ ടീച്ചറായിട്ടുള്ള ബ്രിക്സലും പിന്നെ ആ ഒരു ഗാർഡായിട്ടുള്ള അലക്സ് ഉണ്ടല്ലോ, അയാളും കൂടെയാണ്. വേറെ ഒരു ഗാർഡ് കൂടെ ഉണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ബ്രിക്സൽ 2 പെൺകുട്ടികളെ ചൂണ്ടിക്കാണിച്ച് അവരെടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അതിലൊന്ന് വിവിയൻ ആയിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിവിയൻ അറിയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരെ രണ്ടുപേരെയും ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക ബെഡിൽ കെടുത്തുന്നുണ്ട്. മാത്രമല്ല പോകാൻ നേരത്ത് അലക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഗാർഡ് ഉണ്ടല്ലോ, വിവിയനെ ഒരു അബ്യൂസീവായ രീതിയിൽ തടവുകയാണ്. എന്തായാലും അവരവിടുന്ന് പോകുന്നുണ്ട്. ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ബ്രിക്സലും അവളുടെ കൂടെ അത്യാവശ്യം കണ്ടൽ റിച്ച് ആയിട്ട് തോന്നിക്കുന്ന ഒരു കപ്പിൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഇവർക്കുണ്ടല്ലോ, ബ്രിക്സൽ ഈ 2 പെൺകുട്ടികളെയും കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ എന്തൊരു വൃത്തിയാണ്, കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇതിൽ 2 പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്ന് പറയണം. ഇപ്പൊ ആ ഒരു ഹസ്ബൻഡും വൈഫും അവരെ 2 പേരെയും നോക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഹസ്ബൻഡ് വൈഫിനോട് ചോദിക്കുകയാണ്, നീ തന്നെ തിരഞ്ഞെടുത്തോ ആരെയാണ് വേണ്ടത് എന്ന്. ഇപ്പൊ ആ ഒരു ലേഡി ഉണ്ടല്ലോ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയിട്ട് അവരുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഹസ്ബൻഡിനോട് പറയണം, ഇതെല്ലാം നിങ്ങളുടെ തീരുമാനമല്ലേ, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോന്ന് പറയണം.
ഇപ്പോ അയാൾ സെലക്ട് ചെയ്യുന്നത് വിവിയന്റെ കൂടെ വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നില്ലേ അവളെയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടി അവിടെ കിടത്തി പകരം വിവിയനെ നേരെ റൂമിൽ തന്നെ കൊണ്ടുപോയാക്കുകയാണ്. പിന്നീട് ഗാർഡുകൾ പോയി കഴിഞ്ഞപ്പോൾ വിവിയൻ എഴുന്നേൽക്കാണ്. പതിയെ അവളുടെ അടുത്തേക്ക് ഇപ്പൊ സോഫിയ വന്നിട്ടുണ്ട്. ഇപ്പൊ സോഫിയ ചോദിക്കാണ്, വിവിയൻ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ആ പാരന്റ്സ് ഒന്നും വരുന്നത് നമ്മളെ അഡോപ്റ്റ് ചെയ്യാനല്ല, നമ്മളെ വാങ്ങാനാണ്. ഇവർ നമ്മളെ വിൽക്കുകയാണ്. അതുപോലെ വിവിയൻ നമുക്ക് അധിക നേരം സമയമല്ല, അവര് വീണ്ടും വരും, അതുകൊണ്ട് ഉറങ്ങിയതുപോലെ കിടന്നു എന്ന് പറയണം. സോഫിയ വീണ്ടും അവളുടെ ആ ഒരു കട്ടിൽ പോയി കിടക്കുന്നുണ്ട്. അധികം വൈകാതെ ഗാർഡുകൾ വരുന്നുണ്ട്. വീണ്ടും 2 പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം രണ്ടുപേരും കാണുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലല്ലോ. ഇതിനുശേഷം മൂന്നാമതും അവര് വരികയാണ്. ഇത്തവണ സോഫിയ അവരെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഗാർഡ് പോയതിന്റെ പിന്നാലെ തന്നെ പതിയെ വിവിയൻ പോകുന്നുണ്ട് കേട്ടോ. അതായത് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയണല്ലോ. അങ്ങനെ അവരുടെ ടീച്ചറായിട്ടുള്ള ബ്രിഡ്സൽ ഉണ്ടല്ലോ, അവരുടെ റൂമിൽ വെച്ച് സംസാരിക്കുന്നത് വിവിയൻ കേൾക്കുന്നുണ്ട്. അതായത് റോസ് എന്ന ഒരു റൂമിലെ പെൺകുട്ടികളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റൊരു റൂമിലേക്ക് പോവാണ്. അതുപോലെ നിങ്ങൾ അയച്ച ആ ഒരു ഗാർഡ് ഉണ്ടല്ലോ അലക്സ്, അവനെ ഇനി ഇങ്ങോട്ട് അയക്കണ്ട കേട്ടോ. കാരണം പെൺകുട്ടികളെ ഒരു മറ്റേ രീതിയിൽ അവൻ തൊടുന്നുണ്ട്. അപ്പൊ അവന് പകരം മറ്റൊരാളെ അയച്ചേക്കുന്ന പറയാണ്. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിവിയൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു ഗാർഡ് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ അവൾ വേഗം പോയിട്ട് അവളുടെ കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ കൊണ്ടുപോയ സോഫിയ അതുപോലെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ വിവിയനും സോഫിയും ആരും കാണാതെ ബാത്റൂമിൽ വെച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അതായത് സോഫിയ പറയണ, വിവിയൻ മനസ്സിലായില്ലേ, ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ വിവിയൻ ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയാൻ പോവാന്ന് സോഫിയ പറഞ്ഞപ്പോൾ വിവിയൻ പറയാണ്, വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, നിനക്ക് വല്ല ആപത്തും വരും, അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് വിവിയൻ അവിടുന്ന് പോവാണ്. എന്തായാലും ഇതിനുശേഷം എല്ലാവരും 2-3 ദിവസം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. അതിനായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. ഇപ്പൊ വിവിയൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഡോക്ടറുടെ പേര് മൈരോ എന്നാണ്. ഡോക്ടറെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കാൻ തോന്നുന്നു. അയാൾ എപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന വിവിയനോട് അവളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, പനിയുണ്ടോ, ജലദോഷമുണ്ടോ, ചുമയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയുന്നുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള റൂമിലെ കുട്ടികൾക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ എന്തോ വരുന്നുണ്ട്. സോ അത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു വാക്സിൻ ഉണ്ട്. ആ വാക്സിനൊക്കെ ഇപ്പോൾ വിവിയന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ വിവിയനോട് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. വേറെ ഞാൻ കാണാത്ത എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചെറിയൊരു മടി ഉണ്ടെങ്കിലും വിവിയൻ ആ ഒരു കാര്യം ഡോക്ടറോട് പറയാണ്. അതായത് അവളുടെ മുതുകിന്റെ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ചൊറി പോലെ എന്തോ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചല്ല താമസിക്കുന്നത്. സോ അത് കാരണം വരുന്ന എന്തോ ഒരു ഇൻഫെക്ഷനാ തോന്നുന്നു. ഇപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറയണേ, ഏയ് പേടിക്കൊന്നും വേണ്ട, പുറത്തല്ലേ, അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം. പക്ഷേ മുഖത്തൊരു കാരണവശാലും ഇങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല. ചെറുതായിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നാൽ അപ്പൊ തന്നെ എന്നോട് വന്ന് പറയണമെന്ന് പറയാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും കാണാനായിട്ട് ഒരു സിനിമ വെച്ചുകൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ. ഇത് കണ്ട് കണ്ട് എല്ലാവർക്കും ഒരു മടുപ്പ് വരാൻ തുടങ്ങി കേട്ടോ. ഇതിനിടയിൽ വിവിയൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. സോഫി ഉണ്ടല്ലോ, അവൾക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. പതിയെ അവളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ വിവിയൻ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്? അതുപോലെ തന്നെ ഇവരെന്താണ് നമുക്ക് കഴിക്കാൻ തരുന്ന ഈ വൈറ്റമിൻ ടാബ്ലറ്റ്? ഇപ്പൊ സോഫിയ പറയാണ്, സാധാരണ തരുന്ന ആ ഒരു വെള്ള ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ചില സമയത്ത് തരുന്ന ആ ഒരു നീല ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് തരുന്ന, പെട്ടെന്ന് ഉറങ്ങിപ്പോവാൻ. അത് കഴിച്ചാൽ എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയില്ല. എനിക്ക് എന്തായാലും ഈ കാര്യം എല്ലാവരോടും പറയണം വിവിയൻ, നീ എന്റെ കൂടെ നിൽക്കുന്ന പറയുമ്പോൾ വിവിയൻ പറയണം, സോഫി അതിനൊന്നും നീ നിൽക്കല്ലേ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നീട് എല്ലാവരും പോയിട്ട് ആ ഒരു ബസർ സൗണ്ട് കേട്ടപ്പോൾ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വിവിയൻ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറിനെ പോയിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണമില്ലാതെയാണ് വിവിയൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച്, ഈ ടാബ്ലറ്റിനെ കുറിച്ച് ഇതൊക്കെ ഡോക്ടറോട് ചോദിക്കണമെന്ന് അവൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് പോയി ഡോക്ടറെ കണ്ട സമയത്ത് അത് ചോദിക്കാനുള്ള ധൈര്യം അവൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഡോക്ടർ എന്താണ് കാര്യം ചോദിച്ചപ്പോൾ വിവിയൻ പറയാണ്, അല്ല എല്ലാ ദിവസവും രാത്രി ഒരേ സിനിമ തന്നെയാണല്ലോ വെക്കുന്നത്, ഇടയ്ക്കിടക്കൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഡോക്ടർ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം എല്ലാ പെൺകുട്ടികളും ഇതിങ്ങനെ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ആരും ഇന്നേ വരെ അതൊന്നും മാറ്റാൻ വേണ്ടി ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇത് വന്ന് ചോദിച്ചത് വിവിയൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒന്ന് ഞെട്ടിപ്പോവാണ്. നീ ആള് സ്പെഷ്യൽ ആണല്ലോ, അതുപോലെ തന്നെ മോളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നീ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. ഇതെങ്ങാനും ആ ലേഡി ഉണ്ടല്ലോ ബ്രിക്സിൽ, അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. വെറുതെ ഡോക്ടർ അങ്കിളിനായിട്ട് പണി തരാൻ നിൽക്കരുതേ, തൽക്കാലം മോള് പോയിക്കോന്ന് പറയണം. പിന്നീട് വിവിയൻ അവിടുന്ന് പോവാണ്. എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ്. ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കരമായിട്ട് അറപ്പ് തോന്നുകയാണ്. കാരണം ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത് വൃത്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ആരും അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഏവ ബാക്കിയുള്ള പെൺകുട്ടികൾ എല്ലാവരും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബ്രിക്സലിനെ വിളിക്കണം, അവരോട് കാര്യം പറയണമെന്നാ. എന്നാൽ വിവിയൻ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഇത് ഇത്ര വലിയ കാര്യമാക്കുന്നത്, ഇവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി, എന്തെങ്കിലും ചെറിയൊരു ടാബ്ലറ്റ് കഴിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ വിവിയൻ തന്നെ അവളെ ആ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഡോക്ടർ എന്തോ ഒരു മരുന്ന് ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് വിവിയൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾക്കൊരു വാക്സിനേഷൻ കൊടുത്തായിരുന്നല്ലോ, ആ ഭാഗത്ത് സ്കിന്ന് നന്നായിട്ട് ചുവന്നു നിൽക്കുന്നു, ഞരമ്പുകളെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെ സോഫിയുടെ കയ്യിൽ ഉണ്ടാവുകയാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ രണ്ടുപേർക്കും പേടിയാവുന്നുണ്ട്. കാരണം ചെറുപ്പം മുതലേ ഇവരുടെ മൈൻഡിലേക്ക് ഇട്ടുകൊടുത്ത കാര്യം എന്താണ്, ഡിസിപ്ലിൻ, ശാരീരികമായിട്ടുള്ള വൃത്തി. അപ്പൊ അങ്ങനെയുള്ള ഈ കുട്ടികളുടെ കയ്യിൽ ഇതുപോലെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ നല്ല പേടി ഉണ്ടാവില്ലേ? കാരണം അവരെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന പാരന്റ്സ് ഇത് കണ്ടാൽ അവരെടുക്കില്ല എന്നൊക്കെ ഒരു തോന്നലാണ് അവർക്ക്. അതുപോലെ തന്നെ വിവിയൻ സോഫിയോട് ചോദിക്കുകയാണ്, നമുക്ക് ആ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ചോദിച്ചു
ചോദിച്ചാലോ, മൂപ്പരോട് എല്ലാ കാര്യം പറഞ്ഞാലോ. ഇപ്പൊ സോഫിയ പറയാണ് നീ അയാളെയും വിശ്വസിക്കാനോ, അയാളും ഇവിടെ തന്നെയുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും, വെറുതെ അയാളെ വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ വിവിയൻ പറയണ ഇല്ല ഞാൻ അയാളെ വിശ്വസിക്കുന്നൊന്നുമില്ല, എന്നാലും നമുക്കൊരു സഹായം ചോദിച്ചാലോ. സോഫിയ പറയണ വേണ്ട വേണ്ട, ഒരു കാരണവശാലും ചോദിക്കേണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ നമ്മളിങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു ഗാർഡ് ഉണ്ടല്ലോ അലക്സ്, അയാള് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മേത്ത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയോ. പല പെൺകുട്ടികളെയും അയാൾ അബ്യൂസ് ചെയ്യുന്നുണ്ട് വൃത്തികെട്ട രീതിയിൽ. ഈ ഒരു കാര്യമെങ്കിലും എനിക്ക് ബാക്കിയുള്ളവരോട് രഹസ്യമായിട്ട് പറയണമെന്ന് സോഫിയ പറഞ്ഞപ്പോൾ വിവിയൻ പറയാണ് സോഫിയ നീ അത് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല, ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല, ഞാൻ തന്നെ ഇത് വിശ്വസിച്ചത് ഇത് നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ്, നീ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കുന്നു പറയണം. എന്തായാലും ഇതിനുശേഷം വിവിയൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സാധാരണയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതായത് ഡോക്ടറും വിവിയനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അവളങ്ങനെ അങ്ങോട്ടേക്ക് വന്ന് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് തന്നെ തോന്നുന്നത് ഇതെന്താ ഇവളിങ്ങനെ, ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും ഒരുമാതിരി മണ്ടികളാണ്, ഒന്നും അറിയില്ല ഒന്നിനും, ഇതുപോലെ സംസാരിക്കുന്ന വേറെ ഒന്നുമില്ല, വരിക മരുന്ന് കഴിക്കാൻ പോവാ, ഇതല്ലാതെ കൂടുതലായിട്ടൊന്നും അവർക്ക് അറിയും വേണ്ട അറിയൂല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ വിവിയന്റെ കാര്യത്തിൽ ഡോക്ടർക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി. അതുപോലെ തന്നെ വിവിയനോട് പറയണ വിവിയൻ ഓക്കെയാണ് കേട്ടോ, ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ നമുക്കൊരു വാക്സിനേഷൻ എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വിവിയൻ പറയണ ഡോക്ടറെ എനിക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അത് പിന്നെ ഒന്നുമില്ല, ഇതൊരു ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പിന്നെ വിവിയൻ നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോന്ന് ഡോക്ടർ ചോദിച്ചപ്പോ അതായത് ഡോക്ടറെ നമ്മുടെ അവിടെയുള്ള പെൺകുട്ടികൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് അവൾ ചുമ്മാ കൈ നടത്തിയിടുകയാണ്. ഇത് കേട്ടപാടനെ ഡോക്ടർ പറയണത് മോളെ ഇങ്ങനത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെന്നോട് പറയണ്ട, നേരെ പോയിട്ട് ബ്രിക്സലിനോട് പറഞ്ഞു, ഈ കാര്യമൊന്നും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വിവിയൻ പറയണ സത്യം പറയട്ടെ ഡോക്ടറെ, എനിക്ക് ആ ഒരു ബ്രിക്സലിന് ഒരു വിശ്വാസമില്ല, അവർ ആ ഒരു ഗാർഡിന്റെ കൂടെ ചേർന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഡോക്ടർ ആകെ ഞെട്ടിപ്പോണ്. എന്താ നീ പറയുന്നത്, ബ്രിക്സൽ ഗാർഡുകളുടെ കൂടെ ചേർന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നോ, എന്ത് ചെയ്യുന്നുണ്ടെന്ന്, അതൊന്നും എനിക്ക് അറിയില്ല ഡോക്ടറെ. അപ്പൊ തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് വിവിയൻ ഞങ്ങൾ തരുന്ന ആ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എല്ലാം നീ കഴിക്കാറില്ലേ, ആ ഡോക്ടറെ വിവിയൻ പറയണം. അതുപോലെ തന്നെ ഡോക്ടർ പറയണം എന്തായാലും ഞാൻ ഇഞ്ചക്ഷൻ തരുന്നുണ്ട്, ആദ്യം വിവിയൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അത് കൊടുക്കുകയാണ്. ഇതെന്തായാലും വെച്ചേ മതിയാവുള്ളൂ, ഇത് ഇവിടുത്തെ നിയമങ്ങളാണ്. അങ്ങനെ വിവിയൻ സമ്മതിച്ചു, ഇഞ്ചക്ഷൻ വെച്ചു, അവള് പിന്നീട് റൂമിലേക്ക് പോവാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല, തല കറങ്ങുന്നത് പോലെ, ഒരുമാതിരി ഒരു ഹാലൂസിനേഷൻ വരുന്നത് പോലെ, കാര്യങ്ങളൊക്കെ കുറെ സ്ലോ ആവുന്നത് പോലെ, കണ്ണിലെ കാഴ്ചകൾ മങ്ങുന്നത് പോലെ, അങ്ങനെ ഓരോന്നായിട്ട് വിവിയന് തോന്നാൻ തുടങ്ങുകയാണ്. ഈ നേരത്തെ സോഫിയ വിവിയന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് വിവിയൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്നാൽ കേൾക്കുന്നതും അതിന് കൊടുക്കുന്ന മറുപടിയും ഇതെല്ലാം വളരെ സ്ലോ ആയിട്ട് അത് അവളുടെ കൺട്രോളിൽ ഇല്ലാതെ നടക്കുകയാണ്. അതായത് അവൾ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്, എന്താണ് സോഫിയ നിന്റെ പ്ലാൻ എന്നൊക്കെ രീതിയിൽ ഉറക്കനെയൊക്കെ ചോദിക്കുകയാണ്. ഇത് കണ്ട് ബാക്കിയുള്ള പെൺകുട്ടികളും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണ് വിവിയന് പറ്റിയത്, ഇവളെന്താ ഇങ്ങനെ നടക്കുന്നത്, എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്രിക്സലിനെ വിളിച്ച് പറയണമെന്നാണ് ടീച്ചറായിട്ടുള്ള ബ്രിക്സൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏവയും വേറൊരു പെൺകുട്ടിയാണ് നേരെ ടെലിഫോണിന്റെ അടുത്തേക്ക് പോയിട്ട് ടീച്ചറായിട്ടുള്ള ബ്രിക്സലിനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. വിവിയൻ എന്തൊക്കെയോ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നു, വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്നു, ഒരു വൃത്തിയൊന്നും ഇല്ല അവൾക്ക് ഇപ്പൊ എന്ന് പറയാം. ഇത് കേട്ട വാർഡിനെ അങ്ങോട്ടേക്ക് ബ്രിക്സൽ വേഗം വരുന്നുണ്ട് കേട്ടോ. വന്ന വാർഡിനെ വിവിയനെ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. താഴെ ബേസ്മെന്റിൽ ഏതൊരു റൂമാണ്, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് വിവിയനോട് ഇപ്പൊ ഈ ഒരു ബ്രിക്സൽ പറയുന്നുണ്ട് കൂടുതലായിട്ടുള്ള പണിഷ്മെന്റ് ഒന്നും ഞാൻ നിനക്ക് തരുന്നില്ല, എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലും ഞാൻ നിനക്ക് തരണ്ടേ, ഞാൻ പറഞ്ഞതല്ലേ ഡിസിപ്ലിൻ, അച്ചടക്കം, വൃത്തി ഇതൊക്കെ ഉണ്ടാവണമെന്ന്, ഒരു കാര്യം ചെയ്യ്, ഈ ഇരുട്ട് റൂമിൽ നീ കുറച്ചു നേരം കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു റൂമിന്റെ ഉള്ളിലേക്ക് അവൾ ആക്കുകയാണ്. ഇതിനുശേഷം ഈ ബ്രിക്സൽ ഉണ്ടല്ലോ അവരുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അവിടെ വെച്ച് 2 ഗ്ലാസ്സിൽ മദ്യം ഒഴിക്കുന്നുണ്ട്. അതിനർത്ഥം ബ്രിക്സലിന്റെ കൂടെ വേറെ ഏതോ ഒരാൾ കൂടെ ഇവിടെ ഉണ്ട് എന്നല്ലേ. മാത്രമല്ല അയാൾ പറയുന്നുണ്ട് ബ്രിക്സൽ ഈ കുട്ടികളൊന്നും പോരാ, ഇനിയും പെൺകുട്ടികളെ എനിക്ക് ആവശ്യമാണെന്ന് പറയണം. സോ അത് കേട്ട് ബ്രിക്സൽ ഞെട്ടിപ്പോവാണ്. അല്ല സാറേ ഇതൊന്നും മതിയാവില്ലേ, ഇനിയും പെൺകുട്ടികളെ വേണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്. ഇപ്പോഴാണ് ആ പറഞ്ഞ ആളെ കാണിക്കുന്നത്. അത് മറ്റാരുമല്ല നമ്മുടെ ഡോക്ടറായിരുന്നു. കണ്ടാൽ വളരെ പാവമാണെന്ന് തോന്നുന്ന ഈ ഡോക്ടർ തന്നെയാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ പെൺകുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും അവരെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നതും. അതെന്താണെന്ന് വ്യക്തമല്ല കേട്ടോ ഇപ്പോഴും. എന്തായാലും ഡോക്ടറോട് ഇപ്പൊ ബ്രിക്സൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ ഈ കാര്യമായിട്ട് ഇനിയും നമ്മൾ മുന്നോട്ടേക്ക് പോകണം, ഒരു പരിധിയില്ല എല്ലാത്തിനും. ഇപ്പൊ ഡോക്ടർ പറയണത് ശരിക്കും നമ്മളൊക്കെ പെട്ട അവസ്ഥയിലാണ്, അവന്മാരുടെ കയ്യിൽ നിന്നും നല്ല കാശ് മേടിച്ച് ഒരുപാട് റിട്ടേൺസ് കൊടുക്കാന്ന് പറഞ്ഞ് ശരിക്കും അവരുടെ ട്രാപ്പിൽ ഞാൻ പെട്ടുപോയതുപോലെ ആവുകയാണ്. എങ്ങനെങ്കിലും ഇത് നമുക്ക് പൂർത്തിയാക്കിയല്ലേ മതിയാവുള്ളൂ, അതിനിപ്പോ ഇനിയും പെൺകുട്ടികളെ വേണമെങ്കിൽ നീ അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്ന് പറയാണ്. ബ്രിക്സലിന് ഈ ഒരു കാര്യം കേട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതിനുശേഷം ഇരുട്ട് റൂമിൽ പൂട്ടിയിട്ട വിവിയനെ കാണിക്കുകയാണ്. ഒറ്റയ്ക്ക് ആ ഇരുട്ട് റൂമിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആരായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്രസ് ആയി പോകും, കാരണം ആ റൂം അങ്ങനെയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ സോഫിയെ കാണിക്കുകയാണ്. അതായത് ഇന്ന് സോഫിയ വിവിയനും കൂടെ ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ആ ഗാർഡായിട്ടുള്ള അലക്സ് ഇയാൾ രാത്രിയാകുമ്പോൾ വരും, ഇവിടെയുള്ള ഓരോ പെൺകുട്ടികളെയും ചുമ്മാ ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ നേരത്ത് പിന്നിൽ നിന്നും അയാൾക്കിട്ട് നല്ലൊരു മേട്ടം കൊടുത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ കാർഡുമായിട്ട് പോവാന്ന് സോഫിയ പ്ലാൻ ഇട്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ ചെയ്യാണ്. അതായത് ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നാലെ വന്ന സോഫിയ അയാൾ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ ആ ഗാർഡിന്റെ ആരോഗ്യത്തിന് മുന്നിൽ സോഫിയക്ക് അയാളെ കീഴടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അയാൾ തിരിച്ചടിക്കുകയാണ്. എന്നാൽ കയ്യിൽ
കിട്ടിയത് ഒരു അയൺ ബോക്സ് ആയിരുന്നു. അവളൊന്ന് നോക്കിയാൽ അതെടുത്ത് ഇയാളുടെ മണ്ടക്കിട്ട് ഒരൊറ്റ അടിയാണ്. അയാൾ അവിടെ വീണുപോയി. പിന്നീട് അയാളുടെ ആ ഒരു ആക്സസ് കാർഡ് ഉണ്ടല്ലോ അത് അവൾ എടുക്കുകയാണ്. പിന്നീട് ഡോറ് തുറന്ന് അവൾ ഒറ്റ ഓട്ടാണ്. നേരെ പോകുന്നത് ഇരുട്ട് റൂമിൽ പൂട്ടിയിട്ട വിവിയന്റെ അടുത്തേക്കാണ്. വിവിയനോട് പറയാണ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഞാൻ എന്തായാലും നിന്നെ രക്ഷപ്പെടുത്തും. എന്നാൽ അപ്പോഴേക്ക് മടി കെട്ടിയ ആ ഒരു ഗാർഡ് അലാറം സൗണ്ട് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സൈറം മുഴങ്ങുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചു പോയി സോഫിയ പറയാണ്, വിവിയൻ ഞാൻ എന്തായാലും നിന്നെ രക്ഷപ്പെടുത്തും, അതിനുള്ളൊരു വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനിപ്പോ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സോഫിയ അവിടുന്ന് ഓടിപ്പോവാണ്. ഇപ്പൊ വിവിയൻ ഉറക്കനെ പറയുന്നുണ്ട്, അന്ന് ചതിച്ചതുപോലെ നീ എന്നെ ഇപ്പോഴും ചതിക്കുകയാണല്ലേ, എന്നെയും കൂടെ രക്ഷപ്പെടുത്തിയിട്ട് പോകുന്ന വിവിയൻ ഉറക്കനെ കരഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അതൊന്നും കേൾക്കാതെ സോഫിയ ഇവിടുന്ന് ഓടിപ്പോവാണ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാകുന്നുണ്ടോ? ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ എനിക്കും ഇഷ്ടമാകും കേട്ടോ. ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരെയും ബ്രിഡ്സൽ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും വെച്ച് കാര്യങ്ങൾ പറയാണ്. ഇന്നലെ രാത്രി ഇവിടെ ഒരു കാര്യം നടന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങളെ ചതിച്ചു. നിങ്ങളുടെ നല്ലതിനു വേണ്ടി ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയിൽ കൂടെ നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നത്? ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സാധനം ഇന്നലെ ഇവിടെ നിന്നും ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. അത് നിങ്ങളുടെ ആരുടെ ഒരാളുടെ കയ്യിൽ അയാൾ തന്നിട്ടുണ്ട്. സത്യം പറ, ആരുടെ കയ്യിലാണ് അതുള്ളത് എന്ന്. എന്നാൽ ആരും ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന വിവിയൻ ഒരു കാര്യം മനസ്സിലായി. അതായത് സോഫിയ പിടിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവൾ ആ ഒരു കാർഡ് അത് എവിടെയോ വെച്ചിട്ടുണ്ട്. അതാണ് ഇവർ തേടി നടക്കുന്നത്. ഇതേ നേരം തന്നെ ഡോക്ടറും പറയുന്നുണ്ട്, സത്യം പറ, ആരുടെ കയ്യിലാണ് അതുള്ളത്? ഇപ്പൊ എന്റെ അടുത്ത് സത്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും പണിഷ്മെന്റ് ഇല്ലാതെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഓരോരുത്തരെയായിട്ട് ഞാൻ ബേസ്മെന്റിൽ കൊണ്ടിട്ട് പണിഷ്മെന്റ് തരുന്നു പറയണം. ഇപ്പൊ ആ കൂട്ടത്തിൽ നിന്നും ക്രെറ്റ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഇവര് താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരോടും ആ ടാബ്ലറ്റ് കഴിക്കാനും പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മുടെ വിവിയന്റെ അടുത്തേക്ക് ബ്രിഡ്സൽ വന്ന് നിൽക്കണം. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ ടാബ്ലറ്റ് അവരോട് കഴിക്കാൻ പറയുന്നുണ്ട്. അതായത് ഇവർക്ക് മനസ്സിലായി വിവിയൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല എന്ന്. എന്തായാലും എല്ലാവരോടും പോയി പിന്നീട് കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. എന്നാൽ അന്ന് ഉറങ്ങാതിരിക്കാനായിട്ട് വിവിയൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവളുടെ കയ്യിൽ തന്നെ നുള്ളി നുള്ളി വേദനിപ്പിച്ചും. അതായത് അവൾക്ക് അന്ന് രാത്രി ഉണർന്നിരിക്കണമായിരുന്നു. കാരണം എന്താ, സോഫിയ പിടിക്കപ്പെട്ടു എന്ന് വിവിയന് മനസ്സിലായി. സോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തണം. അതുപോലെ സോഫിയ പോകുന്നതിന് മുന്നേ ആ കാർഡ് ഇവിടെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോ വിവിയൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. കാരണം ആ ടാബ്ലറ്റ് കഴിച്ചല്ലേ. അവളുടെ ഹെയർ പിൻ ഉപയോഗിച്ചുകൊണ്ട് കയ്യിൽ കുത്തി കുത്തി വേദനയാക്കി ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം തേടി തേടി ആ കാർഡ് കണ്ടുപിടിക്കുകയാണ്. പിന്നീട് ആ കാർഡ് ഉപയോഗിച്ച് ആ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ആ കാർഡ് ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. കാരണം 16ാമത്തെ ആ ഒരു ഫ്ലോർ മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ആരുടെങ്കിലും കയ്യിൽ ആ ഒരു കാർഡ് കിട്ടിയാൽ അത് വെച്ച് ഇതൊന്ന് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വിവിയ മറ്റൊരു കാര്യം ചെയ്യാണ്. ഈ കാർഡ് ഉപയോഗിച്ച് ഡോറിന്റെ ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഇതെല്ലാം പതിയെ ക്ഷമയോടെ ഇരുന്ന് ഊരി 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 അവസാനം ആ ഡോറ് തന്നെ ഊരിയെടുക്കുകയാണ്. ഈ കാര്യം ബ്രിക്സലിന് മനസ്സിലായി. കാരണം ശബ്ദം അവർ കേൾക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പേടി മനസ്സിൽ തോന്നിയ ബ്രിക്സൽ എന്താക്കി, ഒരു ഇഞ്ചക്ഷൻ റെഡിയാക്കി വെക്കാണ്. ഇനി അഥവാ ആരെങ്കിലും അടുത്തേക്ക് വരികയാണെങ്കിൽ അവരുടെ ദേഹത്ത് കുത്തി വെക്കാനായിട്ട്. ഇതേ സമയത്ത് തന്നെ ബ്രിക്സലിന്റെ റൂമിലേക്ക് വിവിയൻ വന്നിട്ടുണ്ട്. അവളുടെ ആ ഒരു രൂപം കണ്ടാൽ അറിയാം, രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. വിവിയൻ ഇപ്പോ ബ്രിക്സലിനെ കണ്ടപാടിന് ചോദിക്കുന്നത്, എവിടെ സോഫിയ, അവൾ നിങ്ങൾ എന്താ ചെയ്തത്? ഇതേ നേരം തന്നെ ബ്രിക്സൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയായിരുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് നിങ്ങളെ 2 സ്ഥലത്ത് ഞങ്ങൾ ഇട്ട് വെച്ചത്. എന്നിട്ടും അവസാനം നിങ്ങൾ ഒരുമിച്ച് തന്നെ വന്നു അല്ലേ? എന്നാൽ ഇതൊന്നും കേൾക്കാതെ വിവിയം വീണ്ടും ചോദിക്കുകയാണ്, സോഫിയ അവൾ എവിടെ? അവൾ എന്താ നിങ്ങൾ കാണിച്ചത്? ഇപ്പൊ ബിക്സൽ പറയാണ്, കുഴപ്പമൊന്നുമില്ല, അവൾ താഴെയുണ്ട്. അതുപോലെ നീ ഇവിടെ വെച്ച് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ ഈ സ്ഥലം എനിക്ക് ഇവിടെ തീരെ പറ്റുന്നില്ല. ഞാൻ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പൊ അതിനിടയിൽ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് ഈ ടാബ്ലറ്റും കഴിച്ച് ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയണം. ആ സമയത്ത് ബ്രിക്സൽ അവളുടെ കയ്യിൽ വെച്ച ആ ഒരു ഇഞ്ചക്ഷൻ അതിപ്പോ വിവിയൻ കാണുകയാണ് കേട്ടോ. അതായത് വിവിയനെ കുത്തിവെക്കാനാണ് അവളുടെ ഉദ്ദേശം എന്ന് മനസ്സിലായി. എന്നാൽ അത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിവിയൻ കയ്യിൽ കിട്ടിയ ഒരു സാധനം ഇട്ട് ബ്രിക്സലിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ബ്രിക്സൽ താഴെ വീഴുന്നുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവരുടെ ദേഹത്ത് തന്നെ അത് കുത്തിവെക്കുകയാണ്. അറിയാലോ, മയങ്ങാനുള്ള മരുന്നായിരിക്കുമല്ലോ മിക്കവാറും അത് കുത്തിവെച്ചതോട് കൂടിയിട്ട് ബ്രിക്സൽ ആകെ തളർന്നു പോവാണ്. ഒരു പാതി മയക്കത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിനുശേഷം വിവിയൻ നേരെ പോകുന്നത് ബേസ്മെന്റിലേക്കാണ്. കാരണം അവിടെയാണല്ലോ സോഫിയെ പൂട്ടി വെച്ചിരിക്കുന്നത്. അവിടെ ഓരോ റൂമിലായിട്ട് അവൾ പരിശോധിക്കുകയാണ്. അതേ നേരം തന്നെ ഗാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അവസാനം വിവിയെ സോഫിയെ കണ്ടുപിടിക്കുകയാണ്. സോഫിയ ഇപ്പൊ വിവിയനെ കണ്ടപാടി തന്നെ അവളെയും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്നെ തേടി നീ വന്നല്ല, എനിക്ക് സന്തോഷമായി എന്ന് പറയാണ്. അതായത് രണ്ടുപേരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് അത് പണ്ട് മുതലേ ഉണ്ട് കേട്ടാ. എന്തായാലും നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാന്ന് സോഫി പറയാണ്. ഈ സമയത്ത് വിവിയൻ പറയാണ്, അങ്ങനെ ഒറ്റയടിക്ക് പോകാൻ കഴിയില്ല. നിന്നെ കാണാതായതുകൊണ്ട് തന്നെ നീ എടുത്ത ആ ഒരു കാർഡ് ഉണ്ടല്ലോ, അത് കിട്ടാത്തത് കൊണ്ട് പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ക്രെറ്റയെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കണം എന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും താഴ്ത്ത ഒരു ബേസ്മെന്റിൽ കുറച്ച് മുറി ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലായിട്ട് സ്ട്രക്ചറിൽ വെച്ച കുറേയധികം മൃതദേഹങ്ങൾ കാണുകയാണ്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അതിലൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ബോഡിയുടെ പുറത്തൊരു കവറിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് ക്രെറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവരിപ്പോ ആ ഒരു പാക്കറ്റിന്റെ സിബ് ഒന്ന് തുറന്നു നോക്കുകയാണ് കേട്ടോ. എന്നാൽ
അതിനുള്ളിൽ കണ്ട കാര്യം കണ്ട് ഇവരാകെ ഞെട്ടിത്തരിച്ചു പോവാണ്. പണിഷ്മെന്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ക്രേറ്റയെ താഴേക്ക് കൊണ്ടുവന്നില്ലേ, എന്നിട്ട് അവൾ എന്താ ചെയ്തേന്നറിയോ? അവളുടെ മുഖത്തിലെ തൊലി മുഴുവനായിട്ടും ഉരിച്ചെടുത്തിരിക്കുകയാണ്. വെറും ഇറച്ചി മാത്രമാണ് അവളുടെ മുഖത്തിപ്പോ ഉള്ളത്. ഇത് കണ്ട സമയത്ത് ശരിക്കും വിവിയനും സോഫിയും ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കാണ്. വല്ലാതൊരു പേടിയും അവരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അതായത് ഇവര് എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ആ തൊലി പറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ക്രൂരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും വിവിയനും സോഫിയും കൂടെ മുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സോഫിയ പറയുന്നത്, വിവിയൻ നമ്മളിപ്പോ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടാൽ മതിയോ? നമ്മുടെ കൂട്ടത്തിൽ വേറെ കുറെ പേരില്ലേ, അവരെയും രക്ഷപ്പെടുത്തണ്ടേ? ഇപ്പൊ വിവിയൻ പറയാണ്, സോഫിയ നീ അവരോട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല, നിന്നെ പ്രാന്തി എന്ന് അവര് വിളിക്കും. അതുകൊണ്ട് ഇപ്പൊ പോണ്ട, നമുക്കിപ്പോ രക്ഷപ്പെട്ടു പോവാം, പിന്നീട് തിരിച്ചു വരാന്ന് പറയണം. അപ്പൊ സോഫിയ പറയണ, ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂർ നീ എന്നെ കാത്ത് ഇവിടെ നിൽക്ക്, ഞാൻ എങ്ങനെയെങ്കിലും അവരെ കൂട്ടിയിട്ട് വരാന്ന് പറയണം. വലിയ സമ്മതം ഇല്ലാതെ തന്നെ വിവിയൻ പറയണ, ശരി 1 മണിക്കൂർ ഞാൻ ഇവിടെ നിൽക്കാം, നീ പറ്റെങ്കിലും അവരെയും കൂട്ടിയിട്ട് വാന്ന് പറയണം. ഇതിനുശേഷം സോഫിയ ഓടി ചെല്ലുന്നത് അവളുടെ ആ ഒരു റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. മാത്രമല്ല വിവിയൻ കൊടുത്ത ബ്രിക്സലിന്റെ ആ ഒരു കാർഡ് ഇപ്പൊ സോഫിയയുടെ കയ്യിലുണ്ട്. സോഫി എന്തായാലും ആ ഒരു കാർഡ് കാണിച്ചിട്ട് പറയാണ്, ബ്രിക്സൽ കാർഡ് എനിക്ക് തന്നിട്ടുണ്ട്, സോ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കാൻ പോകുന്നത്, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് അവരോട് പറയാണ് കേട്ടോ. ആദ്യമൊന്നും അവർ കൺവിൻസ് ആയില്ല, പക്ഷെ സോഫിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവളെ കൂടെ കൂട്ടുകയാണ്. ഇപ്പോ ഇതേ നേരം മുകളിലുണ്ടായിരുന്ന വിവിയൻ എന്തോ ഒരു ശബ്ദം കേട്ട് തൽക്കാലം ഒളിക്കാനായിട്ട് തൊട്ടപ്പുറത്തെ റൂമിൽ കയറി ഒളിക്കാണ്. അത് ആ ഒരു ഡോക്ടറിന്റെ റൂമായിരുന്നു. ആരോ ആ റൂമിലേക്ക് വരുന്നുണ്ട്, ചിലപ്പോ അത് ആ ഒരു ഡോക്ടർ ആയിരിക്കും. എന്തായാലും ശബ്ദം ഉണ്ടാക്കാതെ ടേബിളിന്റെ അരികിൽ വന്നിട്ട് അവൾ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിവിയിലൂടെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നത്. അതായത് ഉണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ കാലത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് സർജറി, കെമിക്കൽ ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഇതിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പ്രായമായ സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് അവരുടെ സ്കിന്ന് അല്ലെങ്കിൽ ആ ചർമ്മം അത് യുവത്വത്തിലേക്ക് മാറ്റാനായിട്ട് ഡയറക്റ്റ് റീപ്ലേസ്മെന്റ് എന്നൊരു മെത്തേഡാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം എന്താ മനസ്സിലായോ? വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനാഥരായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടുപിടിക്കും, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലുള്ള കുടുംബത്തെ കണ്ടുപിടിച്ച് നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ അവരിൽ നിന്ന് വാങ്ങി നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് നല്ല ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തും. സൂര്യ വെളിച്ചത്തിലേക്കൊന്നും അവരങ്ങനെ വിടില്ല കേട്ടോ. കാരണം അവരുടെ തൊലിയിൽ ആ സ്കിന്നിലേക്ക് സൂര്യ വെളിച്ചം തട്ടാൻ പാടില്ല. പിന്നീട് വളരെ ക്ലീൻ ആയിട്ട് എപ്പോഴും നടക്കണം എന്ന് പറയുന്നില്ലേ, മുഖം എപ്പോഴും നല്ല വൃത്തിയിലായിരിക്കണം. ശരീരത്തിന്റെ വേറെ എവിടെയും എന്ത് പ്രശ്നം വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ് ചെയ്ത് മാറ്റാം. പക്ഷേ മുഖത്ത് ഒരു കുരു വരെ വരാൻ സമ്മതിക്കില്ല. പ്യോർ ആയിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കിന്ന് അവരുടെ മുഖത്ത് ഉണ്ടാവണം. അതായത് ഒരു ഫാക്ടറിയിൽ ഈ മാംസൊക്കെ ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടാക്കില്ലേ, അതുപോലെ ഇവിടെ ഉണ്ടാക്കുന്നത് സ്ത്രീകളുടെ ചർമ്മമാണ്, അതായത് സ്കിന്നാണ്. പിന്നീട് കാശിന്റെ കുന്തളിപ്പുള്ള ടീംസ് ഇങ്ങോട്ടേക്ക് വരും. അവർക്ക് അനുയോജ്യമായ ഒരു സ്കിന്ന് അവർ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരുടെ സ്കിന്ന് മാറ്റി ഈ പാവം പെൺകുട്ടികളുടെ മുഖത്ത് നിന്നും ഈ തൊലി പറിച്ചെടുത്ത് അവരുടെ മുഖത്ത് ഡയറക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഒരു വല്ലാത്ത ടെക്നോളജി തന്നെ, അല്ലെങ്കിൽ വല്ലാത്തൊരു ബിസിനസ് തന്നെയല്ലേ. എന്തായാലും ഇതിലൂടെ കോടികളാണ് ഈ ഡോക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ഡോക്ടർ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ മറ്റൊരു വലിയ ഗ്രൂപ്പ് തന്നെയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആ റൂമിൽ ഒളിച്ചിരുന്ന വിവിയൻ മനസ്സിലാക്കുകയാണ്. അവൾക്ക് പിന്നീട് എവിടുന്ന ദേഷ്യങ്ങനെ അരിച്ച് കയറി വന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അവൾ എന്താ ചെയ്തേന്നറിയോ? രക്ഷപ്പെടാൻ നോക്കാതെ അവിടുന്ന് നേരെ ബ്രിക്സലിന്റെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സോഫിയ ആ പെൺപിള്ളേരെയും കൂട്ടി വരുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആർക്കും സോഫിയ വിശ്വാസം ഇല്ലാതെ ഇവളെന്തോ നമ്മളെ ചതിക്കാൻ നോക്കുകയാണ്. നമുക്കൊരു നല്ല കാലം വരുന്നത് അത് ഇവൾക്ക് ഇഷ്ടമല്ല, നമ്മൾ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യുന്നത് അതും ഇവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളെ ചതിക്കാൻ നോക്കുകയാണ്. എല്ലാവരോടും ആ കൂട്ടത്തിൽ നിന്ന് ഏവ ഈ കാര്യങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് സോഫിയ പിന്നീട് എന്ത് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ വിവിയൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ കയ്യിൽ ഇവരുടെ ടീച്ചറായിട്ടുള്ള ബ്രിക്സൽ ഉണ്ടായിരുന്നു, ഒരു അരബോധാവസ്ഥയിൽ. ഇപ്പൊ ഈ കുട്ടികളുടെ മുന്നിലേക്ക് ഈ വിവിയൻ ഉണ്ടല്ലോ ബ്രിക്സലിനെ വലിച്ചു കൊണ്ടുവന്ന് ഇടുകയാണ്. ഈ ഒരു കാര്യം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഇപ്പൊ വിവിയൻ ഈ ബ്രിക്സലിനോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്, എല്ലാവരോടും നീ തന്നെ പറയുന്നു പറയാണ്. എന്നാൽ ബ്രിക്സൽ വായി തുറന്ന ഒരു കാര്യം പോലും പറയുന്നില്ല കേട്ടോ. അപ്പൊ അവളുടെ ദേഹത്ത് തട്ടി പറയടി എന്ന് പറയുന്നുണ്ട്. ഈ നേരത്താണ് വിവിയൻ ഒരു കാര്യം കാണുന്നത്. ബ്രിക്സലിന്റെ കഴുത്തിന് പിറകിലായിട്ട് ഒരു മാർക്ക്. അതിനർത്ഥം ബ്രിക്സലിന്റെ സ്കിന്നും ഇതുപോലെ റീപ്ലേസ് ചെയ്തതാണ്. മിക്കവാറും ബ്രിക്സലിന് നല്ല പ്രായം ഉണ്ടാവും. ഏതോ ഒരു ചെറിയ പെൺകുട്ടിയുടെ സ്കിൻ എടുത്ത് അവർ റീപ്ലേസ് ചെയ്തതാണ്. ഇതുകൂടെ കണ്ട സമയത്ത് പിള്ളേർക്ക് എല്ലാവർക്കും വിശ്വാസമാവുകയാണ്. അതുകൊണ്ട് തന്നെ വിവിയന്റെയും സോഫിയുടെയും കൂടെ ഇവര് പോവാന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ നേരെ മേലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സോഫിയും വിവിയനും പറയുന്ന ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യും, ഒരു ഇച്ചിരി നേരം നിന്നാൽ ബാക്കിയുള്ളവരെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാന്ന് പറയാണ്. ഇപ്പൊ വിവിയനും സോഫിയും താഴേക്ക് പോയ സമയം നോക്കിയിട്ട് ഈ എടുത്തുചാട്ടക്കാരിയായിട്ടുള്ള ഏവയുണ്ടല്ലോ, എപ്പോഴും ഓരോ അബദ്ധങ്ങൾ ചെയ്യുന്നത് അവളാണ്. സോഫിയുടെയും അതുപോലെ തന്നെ വിവിയന്റെയും കാര്യമൊക്കെ ബ്രിക്സലിനോട് വിളിച്ചു പറയുന്നത് അവളായിരുന്നല്ലോ. അതുപോലെ തന്നെ ഒരു എടുത്തുചാട്ടം ഇവിടെ വെച്ചും കാണിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ആ ഒരു വ്യഗ്രതയിൽ ആ വാതിൽ തുറന്ന് ഇവര് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബഹളം ആ ഒരു സമയത്ത് ഉണ്ടാവുകയാണ്. എല്ലാവരും ഈ ഒരു കാര്യം പറഞ്ഞു. ഗാർഡുകൾ
ഗാർഡുകളൊക്കെ ഇപ്പൊ മുകളിലേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ കുറെ പേരൊക്കെ രക്ഷപ്പെട്ട് പുറത്തേക്ക് കടന്നിട്ടുണ്ട്. എന്നാൽ വിവിയനും സോഫിയും കൂടെ ആ ഒരു കഴപ്പനായിട്ടുള്ള ഗാർഡ് ഉണ്ടല്ലോ അലക്സ്, അവന്റെ മുന്നിൽ പെട്ടുപോകണം. എന്നാൽ കുറച്ച് ദിവസമായിട്ട് സോഫിയക്ക് ഇയാളോട് ഭയങ്കര പകയാണ്. കാരണം മിക്കവാറും അവളെയും അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അവൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും ആ ഒരു വെറുപ്പും ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ സോഫിയും വിവിയനും കൂടെ അവനങ്ങോട്ട് നേരിടാണ്. ഒന്നും നോക്കിയില്ല, ഇയാളുടെ കാലും പൊക്കി ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ് താഴേക്ക്. നിലംപൊത്തി വീണ്, അതായത് താഴേക്ക് വീണ് ആൾ അപ്പം തന്നെ വടിയാവുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഗാർഡുകളുടെ കയ്യിൽ നിന്നും ഇവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. ഗാർഡുകൾ വന്ന് ഇവർ രണ്ടുപേരെയും പിടിച്ച് ഒരു ജയിൽ പോലത്തെ സ്ഥലത്ത് പൂട്ടിയിടുകയാണ്. അധികം വൈകാതെ ഇവരുടെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നപാടിന് ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുന്നത്. വിവിയൻ, നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ബാക്കിയുള്ളവരെ പോലെയല്ല, നീ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. നിന്നെ ഞാൻ ട്രീറ്റ് ചെയ്തതും അങ്ങനെയായിരുന്നില്ലേ. നിന്നൊരു മോളെ പോലെയല്ല ഞാൻ കണ്ടത്. നിങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട അനാഥരായിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നല്ല ഭക്ഷണം തന്നു, നല്ല താമസ സ്ഥലം തന്നു, നല്ല വസ്ത്രങ്ങൾ തന്നു. എത്ര നല്ല രീതിയിലാണ് ഞാൻ നിങ്ങളൊക്കെ നോക്കിയത്. ഇത് കേൾക്കുമ്പോൾ വിവിയൻ ഇങ്ങനെ ദേഷ്യം കയറുന്നുണ്ട്. കാരണം അവൾക്കെല്ലാം അറിയാലോ. ഈ നേരത്തെ വീണ്ടും ഡോക്ടർ ഓരോ കാര്യങ്ങൾ പറയാണ്. വിവിയ, ഞാൻ നിന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിനക്കൊരു പണിഷ്മെന്റും തരുന്നില്ല. പകരം ബാക്കി ഇവിടുന്ന് പോയവരെ പിടിക്കാനായിട്ട് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഇത് കേട്ടപ്പോൾ വിവിയൻ എന്താ ചെയ്തെന്ന് അറിയോ? കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കത്തി എടുക്കാണ്. ഡോക്ടറെ, ദാ ഈ കാണുന്ന എന്റെ ഈ മുഖം, എന്റെ ഈ സ്കിന്ന്, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്തത്? അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇത്രയും കാശൊക്കെ മുടക്കിയത്? അത് ഞാൻ ഇവിടെ വെച്ച് നശിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് തന്നെ ബ്ലേഡ് വെച്ച് വരക്കാണ് കേട്ടോ. ഇത് കണ്ട ഡോക്ടർ അലറി വിളിക്കുന്നുണ്ട്. നിർത്ത്, നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആക്രോശിക്കുന്നുണ്ട്. കാരണം എത്രയോ വർഷങ്ങളെടുത്താണ് ഇതുപോലൊരു പെൺകുട്ടി വളർന്ന് വലുതാകുന്നത്. അവളുടെ ആ ഒരു ചർമ്മം അത് അടർത്തിയെടുത്ത് വെക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന കോടികളുമാണ്. അതാണ് അവളിങ്ങനെ ബ്ലേഡ് വെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ലാബില് വെറും എലികൾ മാത്രമാണ് ഈ കാണുന്ന പെൺപിള്ളേരൊക്കെ. ഇതേ നേരം തന്നെ ഡോക്ടറുടെ പിന്നിലുണ്ടായിരുന്ന രണ്ട് ഗാർഡുകൾ ഉണ്ടല്ലോ, ഇവന്മാർ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. അവന്മാരുടെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് പോലെ ഇവന്മാര് വന്ന് ഡോക്ടറിനിട്ട് നല്ല പൊട്ടിക്കല് പൊട്ടിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഗാർഡുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഏതോ ഒരു വലിയ പൈസക്കാരനുണ്ട്, ഒരു ഡോണാ തോന്നുന്നു, അയാളുടെ കീഴിലാണ്. അയാള് പൈസ ഇറക്കിയിട്ടാണ് ഇതുപോലൊരു സിസ്റ്റവും ലാബും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഈ ഒരു സിസ്റ്റം ഇവിടെ ഫെയിൽ ആവുകയാണ്. അത് ഈ ഗാർഡുകൾക്ക് മനസ്സിലായി. കാരണം കുറെ പിള്ളേര് രക്ഷപ്പെട്ടു. പൂട്ടി വെച്ച കുറച്ച് കുട്ടികളാണെങ്കിൽ ഇതുപോലെ പെരുമാറുന്നത്, അതായത് അവർക്കെല്ലാം രഹസ്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി ഈ പ്രൊജക്ട് മുന്നോട്ടേക്ക് പോവില്ല. സോ ആ ഡോൺ ഇറക്കിയ കാശ് അത് വേസ്റ്റ് അല്ലേ. എന്തായാലും ഡോണിന്റെ അടുത്തേക്ക് ഇവരിപ്പോ ഈ ഡോക്ടറെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. മാത്രമല്ല അധികം വൈകാതെ ഈ ആൾക്കാർ ഈ ഡോക്ടറെ തട്ടിക്കളയും ചെയ്യും. അയാൾ ചെയ്ത ഈ പാപത്തിനുള്ള ശിക്ഷ അയാൾക്ക് എന്തായാലും കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പോഴും നമ്മുടെ വിവിയനും സോഫിയും അവിടെ പെട്ടുകിടക്കുകയാണ്. ക്ഷീണം കാരണം രണ്ടുപേരും അവിടെ കിടന്ന് മയങ്ങിപ്പോയി. ഇപ്പൊ മുഖത്തേക്ക് ഭയങ്കരമായിട്ട് വെളിച്ചെടുക്കുന്നുണ്ട്. സൂര്യപ്രകാശമാണ്. ആ വെളിച്ചം മുഖത്തടിച്ചപ്പോ രണ്ടുപേരും കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോ അതിവിടെ ഉണ്ടായിരുന്ന ഗാർഡുകളായിരുന്നില്ല, പകരം പോലീസുകാരായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ലേഡി പോലീസ് വന്നിട്ട് വിവേനെയും സോഫിയും വിളിക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ പെൺകുട്ടികൾ ഈ വിവരം പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. ഇതങ്ങനെ വലിയ പ്രശ്നമായി. അങ്ങനെയാണ് ഈ സ്ഥലം തേടി പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം എവിടെയോ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്ന വേറെയും കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എല്ലാരും കൂടെ ഇങ്ങോട്ടേക്ക് എത്തി. ഇപ്പൊ വിവിയനെയും സോഫിയും ഇവര് രക്ഷപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല പുറത്തേക്ക് വന്ന സമയത്ത് വിവിയനും സോഫിയും ആദ്യമായിട്ട് സൂര്യപ്രകാശം ആദ്യമായിട്ട് നല്ല ചെറിയ പ്രായത്തിൽ എപ്പോഴും അവര് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അതിപ്പോ എക്സ്പീരിയൻസ് ചെയ്യാണ്. അത് അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് മരിക്കാതെ ഇവരൊക്കെ രക്ഷപ്പെട്ടു. എന്നാൽ എത്ര കുട്ടികളുടെ സ്കിന്ന് തൊലി ഇയാൾ ഉരിച്ചെടുത്തിട്ടുണ്ടാവും. എത്ര കുട്ടികൾ അത് കാരണം മരണപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും വിവിയനും സോഫിയും രക്ഷപ്പെടുന്നത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നാളെ നമുക്ക്